എറണാകുളത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കും? സ്വാഭാവികമായും കെ വി തോമസിൻ്റെ പേര് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും അന്വേഷിച്ചിരുന്നു. കെ വി തോമസിനോട് തന്നെ ഞങ്ങളുടെ പ്രതിനിധി അല്ലമിനി ഈ വിഷയത്തിൽ ചോദിച്ചു, മാഷിന് മത്സരിക്കാൻ താല്പര്യമുണ്ടോ? മാഷിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമില്ല എന്നൊരിക്കലും കെ വി തോമസ് മാഷ് പറയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കെ വി തോമസ് മാഷ്. പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ കൃത്യമായി അത് ചെയ്യും എന്നാണ് കെ വി തോമസ് പറഞ്ഞിരിക്കുന്നത്. നേരിടാൻ മാനസികമായി പക്ഷേ തയ്യാറല്ല, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നാണ് കെ വി തോമസ് പറയുന്നത്. പക്ഷേ കെ വി തോമസിൻ്റെ മകൾ രേഖ തോമസ് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? കെ വി തോമസ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് അല്ലമീനിലേക്ക് പോകാം. മാനസികമായിട്ടൊരു ഇലക്ഷനിലേക്ക് തയ്യാറുള്ള ആളാണ് ഞാൻ. എനിക്ക് 2019 മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മത്സരിക്കാൻ പറ്റിയില്ല. അതിലൊരു അമർഷമാണ് പിന്നീടുണ്ടായ എൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വെല്ലുവിളികൾ, ഞാൻ ഒരു വലിയ ഒളിച്ചോടിപ്പോകുന്നയാളല്ല. വ്യക്തിപരമായി എനിക്കോ എൻ്റെ മക്കൾക്കോ ഒന്നും ഇതുപോലെ ചാടി വിടാനുള്ള താല്പര്യം ഇപ്പം ഇല്ല. പക്ഷേ പാർട്ടി എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലൊക്കെ ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്യും. എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് അവളെ തന്നെയാണ്. രേഖ എന്ത് ഏൽപ്പിച്ചാലും അവൾ ചെയ്യാറുണ്ട്. അവിടെ എല്ലാ വെല്ലുവിളികളും സ്വീകരിച്ച് അവൾ മുന്നോട്ട് പോയി. എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ വന്നാൽ അത് ഇട്ടുണ്ടോ കാണാറില്ല. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, കെ വി തോമസ് മാഷ് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ മത്സരത്തെ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നാണ് കെ വി തോമസ് മാഷ് പറയുന്നതെങ്കിലും രേഖ തോമസിൻ്റെ സാധ്യത തള്ളിക്കളയുന്നില്ല കെ വി തോമസ് മാഷ്. അങ്ങനെയല്ലേ അല്ലമീൻ? അരുണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഇടതുമുന്നണി ആരെ നിർത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകളുണ്ട്. എന്ന് മാത്രമല്ല, പലതരത്തിൽ പല സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു യുക്തനായ അല്ലെങ്കിൽ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ ഇതുവരെ CPM ആയിട്ടുമില്ല. പക്ഷെ അവിടെയാണ് ഈ കെ വി തോമസിൻ്റെയും അതുപോലെ തന്നെ മകൾ രേഖ തോമസിൻ്റെയും ഒക്കെ പേരുകൾ ഇങ്ങനെ ചർച്ചയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോടാണ് കെ വി തോമസ് ഇരുമനസ്സിലൊരു കാര്യം പറയുമ്പോഴും മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള പരോക്ഷമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കാരണം മാനസികമായി അങ്ങനെ ഒരു തയ്യാറെടുപ്പിലല്ല. ഇത് മാത്രമല്ല, താനോ കുടുംബമോ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുന്നവരുമല്ല. പക്ഷേ എന്നുള്ള ആ ഒരു പക്ഷേ തന്നെ ഉണ്ട്. താൻ തയ്യാറാണ്, വേണ്ടി വന്നാൽ, രംഗത്തിറങ്ങേണ്ടി വന്നാൽ, അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇട്ടിട്ടോടുകയോ അതിനു മുന്നിൽ ഭയന്ന് പിന്മാറുകയോ ചെയ്യുന്നൊരു ശൈലിയല്ല തനിക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മകൾ രേഖ തോമസിൻ്റെ കാര്യവും സജീവമായി തന്നെ ചർച്ചകളിലുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രേഖ തോമസ് ആണെന്ന് മാഷ് പറയുമ്പോഴും മകളുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അവർ ഒരു സംരംഭകയാണ്, അതോടൊപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷയാണ്. ഒപ്പം കെ വി തോമസ് മാഷിൻ്റെ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്, വിദ്യാധനം ട്രസ്റ്റ്. ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് മകളാണ്. എന്ന് മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കാലങ്ങളായി അടുത്തുനിന്ന് കണ്ട് പരിചയമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ കൂടിയാണ് മകൾ. അതുകൊണ്ട് ഒരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് മുന്നിൽ പിന്നോട്ട് മാറുന്ന, പതറിപ്പോകുന്ന ഒരാളല്ല മകൾ എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ കൃത്യമായി ഒന്നുകിൽ താൻ അല്ലെങ്കിൽ മകൾ, അതിലേതായാലും തനിക്ക് കുഴപ്പമില്ല, അതിനൊക്കെയാണ് എന്ന തരത്തിലുള്ള ഒരു സ്വരമാണ്, ഒരു പരോക്ഷ സൂചനയാണ് കെ വി തോമസിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി നേതൃത്വം പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ കെ വി തോമസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടി നേതൃത്വം കെ വി തോമസിനോടും മകളോടും മത്സരിക്കാൻ സന്നദ്ധയാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കെ വി തോമസ് പറയുന്നതല്ല, പാർട്ടി വൃത്തങ്ങൾ പറയുന്നതുമല്ല. കെ വി തോമസുമായി അടുപ്പമുള്ള ചില ആളുകൾ അത്തരം ചില സൂചനകൾ നൽകുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന് നേതൃത്വവും മറ്റും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോയാൽ വേണ്ടി വന്നാൽ സന്നദ്ധനാണ്. താനില്ലെങ്കിൽ മകളായാലും കുഴപ്പമില്ല, മകൾക്ക് വേണ്ടി മാറിക്കൊടുത്ത മകളെ രംഗത്തിറക്കിയാലും താൻ ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഏതായാലും കെ വി തോമസിന്റെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മാനസികമായി ഇപ്പോൾ സന്നദ്ധനല്ല എന്ന് പറയുമ്പോഴും പാർട്ടി നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത്തരമൊരു ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാനസികമായി അത്തരത്തിലൊരു തയ്യാറെടുത്ത് കൊള്ളാം എന്നുള്ളൊരു സ്വരം കൂടി അല്ലെങ്കിൽ ആ തരത്തിലൊരു മനസ്സമ്മതം കൂടി അറിയിക്കുകയാണ് കെ വി തോമസ് ഈ പ്രതികരണത്തിലൂടെ. അരുൺകുമാർ.